ചൈനയ്ക്ക് മേൽ 100% അധിക തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നവംബർ 1 മുതൽ പുതിയ തീരുവ നിലവിൽ വരും. ചൈനയ്ക്ക് മേൽ നിർണായക സോഫ്റ്റ്വെയർ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 30% തീരുവ അമേരിക്ക ചുമത്തുന്നുണ്ട്. പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ തീരുവ 130%ആകും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനൊപ്പമുള്ള ഉച്ചകോടി വേണ്ടെന്ന് വെക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണം വിശദീകരിച്ച് ചൈന വിവിധ രാജ്യങ്ങൾക്ക് കത്തയച്ചതായി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപ് ചൈനയ്ക്കെതിരെ വീണ്ടും തീരുവ യുദ്ധം പ്രഖ്യാപിച്ചത്. സ്മാർട്ട് ഫോണുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ മുതൽ മിലിറ്ററി ഹാർഡ്വെയർ നിർമ്മാണത്തിന് വരെ അപൂർവ ധാതുക്കൾ ആവശ്യമാണ്. ഇവയുടെ കയറ്റുമതിയിൽ ചൈനയാണ് ലോകവിപണിയിൽ ആധിപത്യം പുലർത്തുന്നത്. ഈ കയറ്റുമതിയിൽ ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പല രാജ്യങ്ങളും പരാതിപ്പെട്ടെന്നാണ് ട്രംപ് പറയുന്നത്. ഇങ്ങനെയൊരു നീക്കത്തിന് ചൈന മുതിർന്നത് തനിക്ക് അവിശ്വസനീയമായി തോന്നുന്നുവെന്നും അവരത് ചെയ്ത സ്ഥിതിക്ക് ബാക്കി ചരിത്രമാകുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ചൈനയ്ക്കെതിരെ 100% തീരുവ അമേരിക്ക ചുമത്തിയതിന് പിന്നാലെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ഇടിവാണ് ദൃശ്യമായത്.